ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ യുവർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് ഈ സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഗംഭീര ത്രില്ലർ മൂവിയുടെ ഒരു ഡിസാസ്റ്റർ മൂവിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ ഇതുപോലെയുള്ള കഥയിൽ നമ്മുടെ റോക്ക് മൂപ്പര് കൂടെ വരികയാണെങ്കിൽ അതിഗംഭീരമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഉറപ്പ് തരികയാണ്, ഗംഭീര സ്റ്റോറിയാണ്. അതുപോലെ തന്നെ അതിഭീകരമായിട്ടുള്ള സുനാമികള്, ഭൂകമ്പങ്ങള്, അതിന്റെ ആ ഒരു വിഷ്വൽസ് ഒക്കെ ഭയങ്കര എഫക്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു അടിപൊളി സ്റ്റോറിയും ഈ ഒരു ഭൂകമ്പത്തിന്റെ ഇടയിലൂടെ, ഈ ഒരു ഡിസാസ്റ്റർ മൂവിയുടെ ഇടയിലൂടെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് കണ്ടോ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു പെൺകുട്ടി നല്ല ജോളിയായിട്ട് ഒരു കാറിൽ പാട്ടെല്ലാം കേട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ റോഡിന്റെ നടുഭാഗം രണ്ടായിട്ട് പിളരുകയാണ്. അവളുടെ കൺട്രോൾ പോയി ആ ഒരു കുഴിയിലേക്ക്, അതിന്റെ ആ ഒരു ചെരിവിലേക്ക് അവൾ ചെന്ന് വീഴുന്നുണ്ട്. ആകെ പെട്ടുകിടക്കുകയാണ്. അലറി കരയല്ലാതെ അവൾക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു. ഒരു രീതിയിലും ആ ഒരു ചെരുവിൽ നിന്ന് മുകളിലേക്ക് കയറി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടാനോ ഒരു വഴിയില്ല. ഈ സമയത്ത് തന്നെ ഒരു ഹെലികോപ്റ്റർ കാണിക്കുന്നുണ്ട്. അതിലൊരു റെസ്ക്യൂ ഓഫീസേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള റോക്ക്. എന്തായാലും നമുക്ക് തൽക്കാലം റോക്ക് തന്നെ വിളിക്കാം. ഇപ്പൊ ഇവരുടെ ഈ ഒരു ടീം ഉണ്ടല്ലോ, ഇവർ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് സെറീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു രക്ഷാപ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ അവരങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലാണ് ഈ ഒരു ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ കഥാനായകൻ റോക്ക് ഒരു കാര്യം കാണുന്നത്. ഒരു മലഞ്ചെരുവിൽ പെട്ടുകിടക്കുന്ന ഒരു പെൺകുട്ടി, അവിടെ ആ ഒരു കാറ്, അതിൽ നിന്നും ഒച്ചയും വിളിയുണ്ടാക്കുന്ന ഇവർ കാറാണ്. സോ രക്ഷപ്പെടുത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. കാരണം ഇത് അവരുടെ ജോലിയാണ്. ഹെലികോപ്റ്റർ ഇപ്പം നേരെ അതിന്റെ മുകളിൽ വന്നിട്ട് ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ. എന്നിട്ടൊരു റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് പതിയെ പതിയെ പോകുന്നുണ്ട്. എന്നാൽ ഈ റോക്ക് താഴേക്ക് എത്തുന്നതിന് മുന്നേ ആ ഒരു കാറ് വീണ് പോവുക എന്നുള്ള ആ ഒരു പേടി പെൺകുട്ടിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഈ റോക്കിനും ഉണ്ട്. അധികം നേരം ആ ഒരു കാറ് ആ പെൺകുട്ടിയെ ഹോൾഡ് ചെയ്ത് നിർത്തില്ല. കാരണം ഇത് നിൽക്കുന്നത് ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ കുത്തി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു കമ്പിന്റെ ബലം എത്രത്തോളം ഉണ്ടാവുമെന്ന് ആലോചിക്കാനല്ലോ. കാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 2000, അതിന്റെ മുകളിലൊക്കെ വെയിറ്റും ഉണ്ടാവും. എന്തായാലും പതിയെ പതിയെ താഴേക്ക് വന്ന നമ്മുടെ കഥാനായകൻ റോക്ക് ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒരു കയറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടുകയാണ്. അതുപോലെ തന്നെ റോക്കിന്റെ ദേഹത്തും ഇതുപോലൊരു റോപ്പ് ഉണ്ട്. പതിയെ പതിയെ ആ ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ഇവർ ആ ഒരു എണീച്ച ആ ഒരു ഫോഴ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ, അതായത് നമ്മൾ എന്തായാലും ഒരു പടിയമ ചവിട്ടി കയറുമ്പോൾ ആ പടിയമേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമല്ലോ, അതേ രീതിയിൽ തന്നെ ഈ കാറിന്റെ ഉള്ളിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു ഫോഴ്സ് കാറിലേക്ക് പോകുന്നതും ആ ഒരു കമ്പും പൊട്ടി ഇത് താഴേക്ക് അങ്ങ് വീഴാണ്. പെണ്ണ് അലറി വിളിച്ച് കരയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവളെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവര്, അതായത് നമ്മുടെ കഥാനായകൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഭയങ്കര ധൈര്യശാലികളായിട്ടുള്ള ഒരു റെസ്ക്യൂ ടീം തന്നെയാണ് നമ്മുടെ ഈ റോക്കിന്റെ കൂടെയുള്ളത്. എന്തായാലും ഇവിടെ സീൻ കേട്ടാവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെയുള്ള കുറച്ച് സ്റ്റുഡൻസിന് ഒരു പ്രൊഫസർ ഡോക്ടർ ലാവറൻസ് ഇദ്ദേഹം ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഭൂമിയിൽ നടന്ന പല ഭൂകമ്പങ്ങൾ, അതിന്റെ ആ ഒരു പാർശ്വഫലങ്ങൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നാശം വിധിച്ച ഒരു 5 ഭൂകമ്പങ്ങളാണ് നമ്മുടെ ഈ ലോകത്ത് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ജപ്പാനിൽ നടന്ന ഒരു വലിയ ഭൂകമ്പം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ലാവറൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ചോദിക്കണം, അല്ല സാറേ, ഇതുപോലുള്ള ഭൂകമ്പങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വരില്ലായിരിക്കും അല്ലേ? ഇപ്പൊ ഡോക്ടർ ആ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് പറയാണ്, അതെങ്ങനെ നിനക്ക് പറയാൻ കഴിയും? 150 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊന്നും നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരിക്കലും വരില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട, വന്നാൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നിന്നാൽ മതി. ഒരു മുൻകരുതൽ എപ്പോഴും നല്ലതാണല്ലോ. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ കഥാനായകനായിട്ടുള്ള റോക്കിനെ കാണിക്കുകയാണ്. മകളോട് സംസാരിച്ചുകൊണ്ട് നേരെ ഇപ്പോ റോക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ വെച്ച് എന്തൊക്കെയോ സാധനങ്ങൾ മോൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റോക്ക് മോളോട് പറയണം, മോളെ ഇന്ന് നമുക്കൊരു ഡിന്നറിന് പോയിട്ടുണ്ടെങ്കിലോ, അടിച്ചു പൊളിക്കാം നമുക്ക്. ഇതേ സമയത്തിന് റോക്കിന്റെ മോള് പറയണത്, അച്ഛാ അത് പിന്നെ ഇന്ന് വരാൻ കഴിയില്ല, ഇന്ന് ഡാനിയലിന്റെ കൂടെ ഒരു പാർട്ടി ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ ഈ റോക്കിന്റെ മുഖക്കാകെ മാറുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ റോക്ക് ഡൈവോഴ്സ് ആയിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായിട്ട് ഇപ്പൊ റിലേഷനിലാണ്. അയാളുടെ പേരാണ് ഡാനിയൽ. ഇപ്പൊ റോക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഫാമിലി ഫോട്ടോ നോക്കി നിൽക്കുകയാണ്. ഭാര്യയുണ്ട്, 2 മക്കൾ അപ്പുറം ഇപ്പുറമുണ്ട്. എന്നാൽ അതിലൊരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്, അവള് മരിച്ചുപോയി. അതിന്റെ ആ ഒരു വിഷമം കാരണം കുറെയൊക്കെ ഡിപ്രഷനിലായിരുന്നു അവിടെ ഈ റോക്ക്. സോ പുറം നാട്ടുകളിലൊന്നും ഒരുപാട് അങ്ങനെ സഹിച്ച് ജീവിക്കാന്നുള്ള ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റോക്കിന് അങ്ങനെ പറ്റാതായപ്പോൾ ഭാര്യ ഇട്ടിട്ട് പോയി മറ്റൊരാളെ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ രണ്ടാമത് അങ്ങനെ കല്യാണം കഴിച്ച ആളാണ് ഈ ഡാനിയൽ. ഡാനിയലിന്റെ കൂടെ പോവാണെന്നാണ് മൂത്ത മകള് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റോക്ക് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ഒരു വിഷമം ഉള്ളിൽ അങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ നമ്മുടെ പ്രൊഫസർ, അതായത് ഡോക്ടർ ലാവറൻസിനെ കാണിക്കുകയാണ്. അതേ ഇപ്പൊ ഏതൊരു വലിയ ഡാം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ചില പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പയ്യനും ഉണ്ട് കേട്ടോ. ഓരോ പ്രൊഫസർമാർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരുത്തനാണ് ഇവൻ. എന്തായാലും ഈ ഒരു ഡാമിന്റെ ഏകദേശം ഈ ഒരു സ്ഥലത്തൊന്നുമല്ല, കുറച്ച് അകലെയായിട്ട് ചെറിയൊരു എർത്തിക്കൊക്കെ ഒരു ഭൂകമ്പം വരാനുള്ള സാധ്യത കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ ഡോക്ടറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ചെക്കനും ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇവിടെ എത്തി പല റീഡിങ്സും ഇവരെടുത്ത് നോക്കിയപ്പോഴാണ് ഡോക്ടർ ഞെട്ടിക്കുന്ന ആ ഒരു രഹസ്യം മനസ്സിലാക്കിയത്. അതായത് ഇവർ വിചാരിച്ചതുപോലെ ഈ ഡാമിൽ നിന്നും കുറച്ച് കിലോമീറ്റർ അപ്പുറത്തായിട്ടുള്ള ആ ഒരു ഭൂകമ്പം നടക്കാൻ പോകുന്നത്, അത് ഈ ഡാം എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഈ ഭൂകമ്പം നടക്കാൻ പോകുന്നത്. ഇതെങ്ങനെയായി ഡോക്ടർക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റീഡിങ് കാര്യങ്ങൾ, വൈബ്രേഷൻ, ഇതെല്ലാം
നോക്കിയിട്ട് ഇവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിവേഗം തന്നെ ഡോക്ടർ എല്ലാവരോടും ഈ ഒരു ഡാമിന്റെ മുകളിൽ നിന്നും അതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഡോക്ടർ എല്ലാവരോടും ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഇതിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ തുടങ്ങുകയാണ്. എല്ലാവരും പരമാവധി വേഗത്തിൽ ഓടി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഡോക്ടറുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ആ ഒരു പയ്യൻ ഓടുന്നതിന്റെ ഇടക്ക് കുടിയും കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അവൻ ഇട്ടു പോകാൻ മനസ്സ് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ ഒരു പെൺകുട്ടി എടുത്ത് ഓടുകയാണ്. അവന്റെ പിന്നിൽ നോക്കുകയാണെങ്കിൽ ഈ ഡാം അങ്ങനെ ഇടിഞ്ഞ് വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഈ ഒരു പയ്യന് മനസ്സിലായി ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഏകദേശം പ്രൊഫസറുടെ അടുത്ത് എത്താനായപ്പോൾ ഈ കുട്ടി അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് കഷ്ണത്തിന്റെ ഇടയിൽ ഈ ഒരു പയ്യന്റെ കാല് കുടുങ്ങി പോവാണ്. ഇപ്പൊ പ്രൊഫസറിനെ നോക്കിയിട്ട് ഈ ഒരു പയ്യൻ പറയുന്നുണ്ട്, സാർ എന്നെ രക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾ വേഗം ഇവിടുന്ന് പോകുന്നു. അടുത്ത നിമിഷം തന്നെ ഇത്രയും വലിയ ഹൈറ്റുള്ള ഡാമാണ്, അതെല്ലാം കൂടി തകർന്ന് ആ ഒരു വെള്ളം മുഴുവനായിട്ടും അടിച്ച് തെറിച്ചങ്ങോട്ട് കൊണ്ടുപോകാണ് ഈ ഒരു പയ്യനെ. അതിഭീകരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇവിടെ ഇപ്പൊ നടന്നിരിക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള റോക്കിനെ കാണിക്കാണ്. മകളായിട്ടുള്ള ഏഞ്ചൽ പറഞ്ഞതുപോലെ കുറച്ച് വസ്തുക്കളുമായിട്ട് അവൾ പറഞ്ഞ ആ ഒരു വസ്തുക്കളൊക്കെ എടുത്ത് അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഹീറോയ്ക്ക്, അതായത് റോക്കിന് മനസ്സിലാവുന്നത്. ഇപ്പോ ഭാര്യയായിട്ടുള്ള സാറ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ പുതിയ ഹസ്ബൻഡ് ഡാനിയൽ, ഇവരെല്ലാവരും കൂടി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കൂടെ തന്നെ മകളായിട്ടുള്ള ഏഞ്ചലിനെയും കൂട്ടും. ഇത് കേട്ട സമയത്ത് നമ്മുടെ റോക്കിന് വല്ലാത്ത വിഷമമാണ്. കാരണം മകൾ ഈ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇനി അവളെ കാണാൻ കഴിയില്ലല്ലോ. ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് അവൻ ഈ ഒരു കാര്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ല? അത് പിന്നെ റോക്കി, ഞങ്ങൾ കാര്യം പറയാൻ വന്നതായിരുന്നു, പിന്നെ എന്തോ സാഹചര്യം കൊണ്ട് പറയാൻ കഴിഞ്ഞില്ല. ഓക്കെ, എന്തായാലും ശരി, നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റോക്കി ഇവിടുന്ന് പോകുന്ന സമയത്ത് ശരിക്കും അവന്റെ ചങ്ക് പൊട്ടുന്നുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ ഈ എന്താ പറയുക, കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടി പിടിക്കുന്നത് പോലെ നമ്മുടെ ഫാമിലിയൊക്കെ ഇങ്ങനെ നോക്കുക. പെട്ടെന്ന് ഒരു ദിവസം ഭാര്യ ഇങ്ങനെ ഇട്ടിട്ട് പോവുക, മക്കളെയും വേറൊരാളുടെ കൂടെ കൊണ്ടുപോയി വെക്കുക. നെവർ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ റോക്ക് ചങ്ക് പൊട്ടിയിട്ടാണ് അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഈ വാർത്ത റോക്ക് കാണുന്നുണ്ട്. അതായത് ആ ഒരു ഡാമിന്റെ അവിടെ നടന്ന അപകടവും അതിന് തുടർന്നുണ്ടായ ഓരോ പ്രശ്നങ്ങളൊക്കെ. സോ വേഗം തന്നെ ഡ്യൂട്ടി ഫസ്റ്റ്, അത് തന്നെയാണ്. ജോലിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നമ്മുടെ ഈ റോക്ക്. നേരെ ചെല്ലുകയാണ്, അവന്റെ ടീമും കൂടെ ഉണ്ട്, എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ട്. അടുത്ത സീനിൽ ഏഞ്ചലിന്റെ സ്റ്റെപ്പ് ഡാഡിയെ കാണിക്കുകയാണ്, അതായത് ഡാനിയൽ. ഇപ്പൊ ഡാനിയലും ഏഞ്ചലുമായിട്ട് ഈ ഡാനിയൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയിലേക്ക് ചെല്ലുകയാണ്, സാൻ ഫ്രാൻസിസ്കോ. അത് തന്നെ, അവിടെ തന്നെയുള്ള വലിയൊരു കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. എന്തായാലും അവിടെ ഒരു ചെയറിൽ ഇരുത്തിക്കൊണ്ട്, അതായത് നമ്മുടെ ഏഞ്ചലിനോട് നീ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഡാനിയൽ ഉള്ളിലേക്ക് പോവാണ്. അവിടെ വെച്ച് നമ്മുടെ ഏഞ്ചൽ ഇപ്പോ ഒരു പയ്യൻ അവനെ പരിചയപ്പെടുകയാണ്, ടൈലർ. അവന്റെ കൂടെ തന്നെ അവന്റെ അനിയനുണ്ടായിരുന്നു, ആരി. ഇതേ സമയം തന്നെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ പ്രൊഫസർ ലാവറൻസ് ഉണ്ടല്ലോ, അദ്ദേഹമായിട്ട് കുറച്ച് പത്രക്കാർ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ ലാവറൻസ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ശരിക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നത് ആ ഒരു ഭൂകമ്പം ഉണ്ടല്ലോ, അതിനെ നേരത്തെ കണ്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ട് എല്ലാ അപകടങ്ങളും ഇല്ലാതാക്കാൻ നോക്കിയിട്ടാണ്. പക്ഷേ ഈ പ്രകൃതിയുടെ കാര്യത്തിൽ ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് വലിയൊരു സംഭവമാണ്. നടന്നെന്ന് പറയാം. നടക്കുമ്പോഴായിരിക്കും നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ തന്നെ പോകുന്നത്. ഇതേ സമയത്താണ് ഈ പ്രൊഫസറിന്റെ ചില സ്റ്റുഡൻസ് ചില മാപ്പ് അതുപോലെ തന്നെ ചില ഡാറ്റാസുമായിട്ട് പ്രൊഫസറിന്റെ അടുത്തേക്ക് വരുന്നത്. അതായത് സാൻ ഫ്രാൻസിസ്കോ ഉണ്ടല്ലോ, ഇതിന്റെ പല ഭാഗത്തായിട്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള മാഗ്നറ്റിക് പവർ, ഒരു വൈബ്രേഷൻ, വല്ലാത്ത റീഡിങ്, ഇതെല്ലാം കാണിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ഡോക്ടറും വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതെന്തായിരിക്കും? കാരണം ആ ഒരു റീഡിംഗ് ഒന്നും അത്ര നോർമൽ ആയിരുന്നില്ല, അബ്നോർമൽ ആയിരുന്നു, വളരെയധികം കൂടുതൽ. അതുപോലെ തന്നെ പ്രൊഫസർ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മാപ്പ് നോക്കിയിട്ട് ഓരോ കാര്യം ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ ഡാമിന്റെ അവിടെ നടന്ന ആ ഒരു ഭൂകമ്പം ഉണ്ടല്ലോ, അത് വെറൊരു തുടക്കം മാത്രമാണ്. അതിനേക്കാൾ കൂടിയ റീഡിങ്ങിലുള്ള ഭൂകമ്പം തന്നെ ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ട്. മൂപ്പര് ആ ഒരു മാപ്പിൽ ഒരു പ്രത്യേക ഏരിയ അടയാളപ്പെടുത്തുന്നത്. അതായത് ഇതിന്റെ ആ ഒരു ഭൂകമ്പത്തിന്റെ ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഈ എഫക്ട് ഇത്രത്തോളം ലാൻഡിലേക്ക്, അതായത് ഇത്രയും വലിയ നഗരത്തിന്റെ ഇത്രയും ഏരിയയിലേക്ക് ഇത് ബാധിക്കുമെന്ന് ഡോക്ടർ മുന്നേ കണ്ട് പ്രെഡിക്റ്റ് ചെയ്യാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത്ര റീഡിംഗ് ഉണ്ടെങ്കിൽ എത്രത്തോളം ഭൂകമ്പങ്ങൾ ഉണ്ടാകും, എവിടം വരെ ഇത് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഡാമിന്റെ അവിടെ നടന്ന ഭൂകമ്പത്തിന്റെ ആ ഒരു റീഡിങ്ങും തുടർന്നുണ്ടായ ആ ഒരു റീഡിങ്ങും എല്ലാം കൂടി വെച്ച് നോക്കിയിട്ടാണ് ഡോക്ടർ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോ സോ ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, സാൻ ആൻഡ്രിയാസ്, അത്യധികം അപകടത്തിലാണ് ഇപ്പോ. ഇതേ സമയത്ത് തന്നെ ഡ്യൂട്ടിക്കായിട്ട് നമ്മുടെ റോക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വിളിക്കുകയാണ്. അവരേതോ ഒരു വലിയ ഫ്ലാറ്റിലാണ് എന്തോ ജോലി സംബന്ധമായ കാര്യത്തിന് പോയതാണ്. അപ്പൊ റോക്കിനെ ഭാര്യയായിട്ടുള്ള സാറ വിളിച്ചിട്ട്, എടോ ഇന്നലെ ഞാൻ പെരുമാറിയനൊക്കെ സോറി ആയിട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓക്കെ അതൊന്നും പ്രശ്നമില്ല എന്ന് റോക്ക് പറയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ സാറ നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിനൊക്കെ വല്ലാത്തൊരു ഇളക്കം പോലെ, അതൊരു ചെരിവ്. ആകെ പേടിച്ചു പോയ സാറ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് റോക്കിനോട് പറയുന്നുണ്ട്. ഇപ്പൊ റോക്ക് പറയുന്നത്, സാറ ഒന്നും നോക്കണ്ട, പരമാവധി അതിന്റെ മുകൾ ഭാഗത്തേക്ക് കയറി നിൽക്കാൻ നോക്ക്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയാം. ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ ലാവറൻസിനെയും സ്റ്റുഡൻസിനെയും കാണിക്കുകയാണ്. ഇവരും ഒരു ടേബിളിന്റെ അടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്, കാരണം തലയിലേക്ക് എന്തെങ്കിലും വീഴാതിരിക്കാനായിട്ട്. ഇപ്പൊ പ്രൊഫസറിനോട് സ്റ്റുഡൻസ് പറയുന്നത്, സാറേ ഇത് നമ്മൾ വിചാരിച്ചതുപോലെയില്ല, നമ്മൾ എങ്ങനെയാണോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതിന്റെ എത്രയോ മടങ്ങായിട്ടാണ് ഓരോ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇനി ഇവര് നേരിടാൻ പോകുന്നത് ഒരു സാധാരണ ഭൂകമ്പത്തെ അല്ല, ശരിക്കും ലോകാവസാനവുമായി ബന്ധപ്പെട്ട് 2012 ആ ഒരു സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേ കണക്ക് ഈ ലോകത്തെ തന്നെ ആട്ടിമുടി നശിപ്പിക്കാൻ പോകുന്ന ഒരു ഭൂകമ്പം, അതിന്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ
നടക്കാൻ പോകുന്നത്. മിനിയേച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിക്കളയാൻ നിൽക്കണ്ട. ഈ ഒരു ഏരിയ അപ്പാടെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ഭൂകമ്പം. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ഏഞ്ചൽ നിൽക്കുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഓഫീസിലെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡാനിയൽ പുറത്തേക്ക് ഇറങ്ങാണ്. മോളെ എന്നാ പിന്നെ നമുക്ക് പോവല്ലേ? ഓക്കെ അച്ഛാ. ഇത് പറഞ്ഞിട്ട് ഈ ഏഞ്ചൽ ഡാനിയലിന്റെ കൂടെ പോകുന്ന സമയത്ത്, അതായത് കാർ പാർക്കിംഗിൽ വെച്ച് ആ ഒരു കാറുമായിട്ട് ഇവർ പോകുമ്പോൾ പെട്ടെന്ന് ബിൽഡിംഗിന്റെ ഏറ്റവും അടിഭാഗമല്ലേ ഈ ഭൂകമ്പൊക്കെ വന്ന പെട്ടെന്ന് അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ആ ഒരു വൈബ്രേഷൻ, അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ പല കഷ്ണങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇവരുടെ മുന്നിലേക്ക് വീഴാണ്. അതിലൊരെണ്ണം ഇവരുടെ കാറിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട്. ഇപ്പൊ കൺട്രോൾ പോയ ഈ ഡാനിയൽ കാർ കൊണ്ടുപോയിട്ട് ഒരു ചുമരിൽ ഇടിക്കുന്നുണ്ട്. ആ ഇടിയിൽ ആ ഒരു ചുമര് പൊളിഞ്ഞ് ഈ കാറിന്റെ മുകളിലേക്ക് വീഴാണ്. ഡാനിയലിന് പുറത്തിറങ്ങാൻ പറ്റി, എന്ന ഏഞ്ചലിന് അത് പറ്റുന്നില്ല. അവൾ ആ ഒരു ഭയത്തിൽ കിടന്ന് വിറച്ചോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡാനിയൽ ശ്രമിച്ചെങ്കിലും നടന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഡാനിയൽ ഏഞ്ചലിനോട് പറയണം, മോൾ ഇവിടെ ഇരിക്കും, അച്ഛൻ പോയിട്ട് ആരെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കട്ടെ, പോയിട്ട് വേഗം വരാന്ന് പറഞ്ഞിട്ട് ഡാനിയൽ നേരെ മുകളിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ ഇപ്പൊ ഒരു സെക്യൂരിറ്റി ഗാർഡും അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോട് പറയാണ്, ഇതുപോലെ താഴെ ഒരു അപകടം നടന്നിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് താഴേക്ക് വാ, എന്റെ മോള് പെട്ട് എടുക്കുകയാണ്. എന്നാൽ ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഈ ഒരാളുടെ പ്രശ്നം കേൾക്കാനൊന്നും അവിടുത്തെ ഗാർഡ്സിന് സമയം തന്നെ ഇല്ല. എന്നാൽ ഈ പറയുന്ന കാര്യം നേരത്തെ ഈ ഏഞ്ചലുമായിട്ട് കമ്പനിയായ ആ ഒരു പയ്യനുണ്ടല്ലോ, ടൈലർ കേൾക്കാണ്. ടൈലർ ചോദിക്കുന്നുണ്ട്, എന്ത് നിങ്ങളുടെ കൂടെ നേരത്തെ വന്ന ആ ഒരു പെൺകുട്ടിയാണോ പെട്ടുകിടക്കുന്നത്? എന്നാൽ ഇതിനോട് വലിയ രീതിയിലൊന്നും ഡാനിയൽ റെസ്പോൺസ് ചെയ്യുന്നില്ല. ഒരുമാതിരി ഒരു പ്രാന്ത് പിടിച്ചതുപോലെ ഒരു പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് ഇയാൾ താഴേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം ടൈലർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാനിയലിനെ അങ്ങോട്ടേക്ക് പോവായിരുന്നു. ഓരോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ പാടില്ലല്ലോ, അത് മോശമല്ലേ. എന്തായാലും ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് റോക്കിന്റെ ഭാര്യ ഉണ്ടല്ലോ, സാറയാണ്. സാറ ഇപ്പോൾ ആ ഒരു ബിൽഡിംഗ് എല്ലാം തകർന്ന ഒരു പരുവായി കിടക്കുന്നത് അതിന്റെ മുകളിൽ ഏതോ ഒരു സ്ഥലത്തായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇതേ സമയത്ത് തന്നെ ഹെലികോപ്റ്ററുമായിട്ട് റോക്ക് അങ്ങോട്ട് എത്തി. ഇപ്പൊ സാറയെ കാണാണ്. സാറയുടെ പരമാവധി പറയുന്നുണ്ട്, ഇതാ ഈ ഒരു റോപ്പിലേക്ക് പിടിച്ച് കയറണേന്ന് പറഞ്ഞിട്ട് ആ ഒരു റോപ്പും കാര്യങ്ങളൊക്കെ താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം താഴേക്ക് ഈ ഹെലികോപ്റ്റർ കൊണ്ടുപോകാൻ കഴിയില്ല. എന്താന്നല്ലേ, തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിംഗ് അത് പതിയെ പതിയെ ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികം നേരമൊന്നുമില്ല, 1-2 മിനിറ്റ് ഇതിന്റെ ഉള്ളിൽ ഇതിപ്പോ ഈ സാറ് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. പരമാവധി സാറ് ഇപ്പൊ ആ ഒരു റോപ്പിൽ പിടിച്ച് എങ്ങനെയൊക്കെയോ കയറുകയാണ്. എങ്ങനെയൊക്കെയോ നമ്മുടെ റോക്കും അവളുടെ ആ ഒരു കൈ പിടിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്റർ മുന്നോട്ടേക്ക് എടുക്കാൻ പറയാണ്. ഇവര് പോയി ജസ്റ്റ് മിസ് എന്ന് പറയാം. അത്രയും വലിയ ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീഴുകയാണ്. ഇവരിങ്ങനെ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇപ്പൊ റോക്കിന്റെ ഫോണിലേക്ക് നമ്മുടെ ഏഞ്ചൽ വിളിക്കുകയാണ്, അച്ഛാ ഞാൻ ഇതുപോലെ പെട്ടുകിടക്കുകയാണ്, ഡാനിയൽ രക്ഷിക്കാൻ പറഞ്ഞിട്ട് പോയതാണ്, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇത് കേട്ട സമയത്ത് സാറയ്ക്കും എന്തോ പോലെ ആവുകയാണ്. ഇപ്പൊ റോക്ക് പറയാണ്, മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട, അച്ഛൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. അടുത്ത സീനിൽ ഇപ്പൊ പെട്ട് കിടക്കുന്ന ഏഞ്ചലിനെ കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഒരാൾ ഓടി വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ഈ ഡാനിയൽ പറയുന്ന കാര്യങ്ങൾ ടൈലർ കേട്ടിരുന്നല്ലോ, അവനിപ്പോ അവന്റെ അനിയനെയും കൂട്ടിയിട്ട് ആര്യമായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ്. നോക്കുമ്പോൾ അവൻ വിചാരിച്ചതുപോലെ തന്നെ ഏഞ്ചലാണ് അവിടെ പെട്ടുകിടക്കുന്നത്. ഏഞ്ചൽ ആകെ പേടിച്ച് വിറച്ച് കരഞ്ഞോണ്ട് പറയാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കും ടൈലർ. ഇപ്പൊ ടൈലർ പരമാവധി നോക്കുന്നുണ്ട്. അതായത് വലിയൊരു കോൺക്രീറ്റ് പാളി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത് കൊണ്ട് തന്നെ അവളുടെ കാൽ അതിന്റെ ഉള്ളിൽ ജാം ആയി കിടക്കുകയാണ്. ഒരു രക്ഷയില്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് കാല് വലിക്കാനായിട്ട്. സോ പരമാവധി ഈ ടൈലർ അത് തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഇപ്പൊ വേഗം പോയിട്ട് ജാക്കി ഉണ്ടായിരുന്നു. ഇത് വെച്ച് ഈ ഒരു കോൺക്രീറ്റിന്റെ പാളി പൊന്തിക്കാൻ നോക്കുമ്പോൾ ജാക്കിക്കും ഒരു കൂടുതൽ ഹൈറ്റ് വരെ പൊന്താൻ കഴിയില്ലല്ലോ. എന്ത് ചെയ്യുന്ന അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് ടൈലറിന് വീണ്ടും ഒരു ഐഡിയ തോന്നാണ്. ഈ ടയറിന്റെ പഞ്ചറാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാറ്റ് പോകുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് ഈ ഒരു കാർ താവുമല്ലോ. അതുപോലെ തന്നെ 4 ടയറും പഞ്ചറാക്കി വിടുകയാണ്. ഈ വിചാരിച്ചതുപോലെ തന്നെ അവളുടെ കാലിപ്പോ കുറച്ചൊന്ന് ലൂസായി. ആ ഒരു ഗ്യാപ്പിന് അവളുടെ കാല് വലിച്ചെടുത്ത് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഏഞ്ചല് ടൈലറിനോട് നന്ദി പറയാൻ നിൽക്കുമ്പോൾ അതിനൊന്നും നേരമില്ല, വാ നമുക്ക് പോവാന്ന് പറയണം. കാരണം ബിൽഡിങ്ങിന്റെ അടിഭാഗമാണ്, പാർക്കിംഗ് ഏരിയ അല്ലേ, അധികം നേരം ഒന്നും ഇത് ഉണ്ടാവില്ല, ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴും. സോ എന്തായാലും ഇവര് പുറത്തേക്ക് എത്തുകയാണ്. എത്തിയ വാർഡ് തന്നെ ഇപ്പൊ ടൈലറിനോട് പറയണം, എങ്ങനെയെങ്കിലും ഒരു ഫോൺ എനിക്ക് സംഘടിപ്പിച്ചു തരുമോ, ഞാൻ രക്ഷപ്പെട്ട കാര്യം അച്ഛനൊന്ന് വിളിച്ചു പറയണം. അങ്ങനെ ഒരു ഷോപ്പിലേക്ക് ഇവർ കയറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഫോൺ വെച്ച് ഇപ്പോ ഏഞ്ചൽ അവളുടെ അച്ഛനെ വിളിക്കുകയാണ്. അച്ഛനോട് പറയുന്നത്, അച്ഛാ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ഒരു ഷോപ്പിലാണ് ഉള്ളത്. ഇപ്പോ റോക്ക് പറയണം, മോളെ അധിക നേരം അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു സ്ഥലമുണ്ട്, മോൾ അങ്ങോട്ടേക്ക് പോകണം. അന്ന് മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ഒരു ടവറിന്റെ മേലേക്ക് നമ്മൾ പോയില്ലേ, അവിടെ പോയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മോളെ കണ്ടുപിടിക്കാൻ കഴിയും. ഓ അങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ ഏഞ്ചലും ടൈലറും അതുപോലെ തന്നെ ടൈലറിന്റെ അനിയനായിട്ടുള്ള ആരെയും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റോക്കിന്റെ ആ ഒരു ഹെലികോപ്റ്റർ കാണിക്കുകയാണ്. നേരത്തെ സാറെ രക്ഷപ്പെടുത്താനായിട്ട് ഒന്ന് താന്നു നിന്നില്ലേ, ആ ഒരു സമയത്ത് ഒരു കോൺക്രീറ്റിന്റെ കഷ്ണം ഇതിന്റെ പ്രധാന ഭാഗത്ത് വന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിന്റെ പല ഭാഗത്തുനിന്നും പുക വരാൻ തുടങ്ങുന്നുണ്ട്. അധിക നേരം ഇത് വെച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് ഇപ്പോൾ റോക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് ലാൻഡ് ചെയ്ത് വെക്കണം. എന്തായാലും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരു ചെറിയ ക്രാഷ് ലാൻഡിങ്ങിലൂടെ ആ ഒരു ഹെലികോപ്റ്റർ ഇപ്പൊ റോക്ക് താഴെ കിടക്കുകയാണ്. കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം ഭാര്യയുമായിട്ട് സാറയുമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഷോപ്പിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എടുക്കുകയാണ്. ഇനി ഇങ്ങനെ ഹെലികോപ്റ്റർ ഒന്നും ഇല്ലല്ലോ, റോഡ് മാർഗം ഏതെങ്കിലും ഒരു കാറുമായിട്ട് പോകണം. സോ ഒരു ആളില്ലാത്ത വണ്ടി ഇവർക്ക് കിട്ടുകയാണ്. പക്ഷെ ചാവി ഇല്ലാതെ ഇതിങ്ങനെ സ്റ്റാർട്ട് ആകും. ഇത് ചോദിക്കുന്ന സമയത്ത് അതായത് സാറേ ചോദിച്ചത്, റോക്ക് പറയണ ചാവിയൊന്നും ആവശ്യമില്ല. ഇതിന്റെ അടിഭാഗത്തേക്ക് നോക്കി 2 ഇടി ഇടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് 2 വയർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സ്പാർക്ക് ചെയ്യാണ്. എല്ലാ സിനിമയിലും കള്ളന്മാർ കാണിക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഈ പരിപാടി എങ്ങനെ ഈ വർക്ക് ആവുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കാർ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ റോക്ക് ഇപ്പൊ ആ ഒരു കാറുമായിട്ട് നല്ല പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്ക്, മോളോട് പറഞ്ഞില്ലേ ആ ഒരു ടവറിന്റെ മേലെ ഇരിക്കാനായിട്ട്, അങ്ങോട്ടേക്ക് തന്നെ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ നടന്ന ഭൂകമ്പങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പത്രക്കാർ വന്നിട്ട്
വന്നിട്ട് ഡോക്ടർ ലാവറൻസിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലാവറൻസ് സമാധാനപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാര്യം സംസാരിക്കുന്നില്ല. അതായത് ഇത്രയും വലിയ അപകടം വരുമ്പോൾ സമാധാനത്തോടെ സംസാരിക്കുകയാണ് വേണ്ടത്. അപകടത്തിന്റെ ഭീതി അത് എത്രത്തോളം ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം. അതുപോലെ തന്നെ ഡോക്ടർ ലാവറൻസ് പറയാണ്, നിങ്ങൾ ഇത്രയും നേരം കണ്ടതുപോലെയുള്ള കാര്യങ്ങളല്ല ഇനി വരാനിരിക്കുന്നത്. കാരണം ഡോക്ടറിന് കിട്ടിയ റീഡിംഗ് അത്രത്തോളം ഭീകരമായിരുന്നു. സോ നിങ്ങൾക്ക് എത്രയും ദൂരത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമോ അത്രയും ദൂരത്തേക്ക് നിങ്ങൾ പോയിക്കോ. കാരണം അധികം നേരമില്ല, സമയം കുറവാണ്. ഇതേ സമയത്ത് തന്നെ ഒരു റോഡിലൂടെ ആ ഒരു കിട്ടിയ കാറുമായിട്ട് റോക്കും ഭാര്യയായിട്ടുള്ള സാറയും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കത്തിച്ച് പോകുന്ന സമയത്ത് ആ റോഡ് സൈഡിൽ തന്നെ ഒരു അപ്പാപ്പനും അമ്മാമയും ഉണ്ടായിരുന്നു. ഇവര് പറയണം അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് എന്ന്. ഇതൊന്നും കേൾക്കാതെ റോക്ക് പോവാണ്. എന്നാലും എന്തോ ഒരു സംശയം, കുറച്ച് വണ്ടിയുടെ സ്പീഡ് ഒന്ന് കുറക്കാണ്. പതിയെ പോകുന്ന സമയത്താണ് അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ച ഈ റോക്കും സാറും കാണുന്നത്. എന്താ വെച്ചിട്ട് ആ റോഡ് നെടുകേറിയായിട്ട് പിളർന്നു കിടക്കുകയാണ്. അതും ഒരുപാട് ആഴങ്ങളിലേക്ക്, അതും കിലോമീറ്ററുകൾ നീളത്തിലാണ് ഈ ഭൂമി ഇങ്ങനെ ഈ വിട്ട് കിടക്കുന്നത്. നേരെ റിവേഴ്സ് കാർ എടുക്കാണ്. ആ അപ്പൂപ്പന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാണ്. അല്ല, ഈ ഒരു റോഡ് മുറിച്ച് അപ്പുറത്തേക്ക് എത്താനായിട്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അതേ സമയത്തിന് അപ്പൂപ്പ പറയാണ്, കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണെങ്കിൽ ഈ മല ചുറ്റി വരികയാണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയും. ഇതേ സമയത്ത് തന്നെ റോക്ക് ഈ അപ്പൂപ്പന്റെ തലയിൽ ഉണ്ടായിരുന്ന ഒരു തൊപ്പി കാണുകയാണ്. അത് ശ്രദ്ധിച്ചിട്ട് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ഈ അപ്പൂപ്പനോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിലെ ഈ അപ്പൂപ്പന്റെ ഗ്യാരേജിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ചെറിയൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പൂപ്പൻ അവനോട്, അതായത് റോക്കിനോട് പറയാണ്, എന്തായാലും എന്റെ മകനുള്ള സ്ഥലത്തേക്ക് എനിക്ക് ഈ കാറുമായിട്ട് പോകാൻ പറ്റും, ഈ ഫ്ലൈറ്റുമായിട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ അതെടുത്തോ, ഞാൻ ഈ വണ്ടി എടുത്തോളാം. ഓക്കെ, രണ്ടുപേർക്കും വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. എന്തായാലും പിന്നീട് ഈ അപ്പൂപ്പനും അമ്മൂമ്മയും പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് റോക്കി ഇപ്പോൾ സാറയോട് സംസാരിക്കുകയാണ്. സാറാ, നീ എന്നെ വിട്ടുപോയില്ല, ഒരിക്കലും 1% പോലും ഞാൻ നിന്നെ കുറ്റം പറയില്ല. പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. അവൾ എന്റെ മുന്നിൽ വെച്ച് മരണപ്പെട്ട സമയത്ത് അവളെ എനിക്കൊന്ന് രക്ഷപ്പെടുത്താൻ പോലും കഴിഞ്ഞില്ല. ആ ഒരു കാര്യം ഇപ്പൊ കാണിക്കുകയാണ്. ഇവരൊരു ബോട്ടിങ്ങിന് പോയപ്പോൾ ഇളയ മകള് വെള്ളത്തിൽ മുങ്ങി മരിക്കാനുണ്ടായത്. പരമാവധി ശ്രമിച്ചെങ്കിലും റോക്കിന് അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ഒരു സംഭവം ഇങ്ങനെ നേരിട്ട് കണ്ടതുകൊണ്ട്, അവന്റെ ആ ഒരു കുറ്റബോധം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ റോക്കിന് പിന്നെ മര്യാദക്ക് നല്ല രീതിയിൽ ഭാര്യയോടൊന്നും ബിഹേവ് ചെയ്യാൻ കഴിയുന്നില്ല. അവന്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം, അമർഷം, ഇതൊക്കെ ഭയങ്കര ദേഷ്യമായിട്ട് പുറത്തേക്ക് വന്നിട്ട് ഒരു മെനകെട്ട രീതിയിലാണ് ഭാര്യയോട് പെരുമാറിയത്. അതുകൊണ്ടാണ് അവൾ ഇട്ടിട്ട് പോയതും. എന്തായാലും ഞാൻ നിന്നെ കുറ്റം പറയില്ല എന്ന് തന്നെ റോക്ക് സാറയോട് പറയണം. അതുപോലെ ആ അന്ന് ചെയ്ത മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അന്ന് എനിക്ക് പറ്റിയതുപോലെ ഇനി ഞാൻ സമ്മതിക്കില്ല. എന്റെ ജീവൻ പോയാലും ശരി, ഏഞ്ചലിനെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും. ഇതും പറഞ്ഞ് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് നേരെ ആ ഒരു ടവറിന്റെ അടുത്തേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ ഏഞ്ചല്, ടൈലർ, അനിയനായിട്ടുള്ള ആര് ഇവരെ കാണിക്കുകയാണ്. അപ്പൊ ഇവരൊരു ടവറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ, ആ ഒരു ടവറിന്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു ഭാഗം മുഴുവനായിട്ട് തീ പിടിച്ച് കത്തി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഒരിക്കലും ഇത് ക്രോസ് ചെയ്തുകൊണ്ട് ഇവർക്ക് പോകാൻ കഴിയില്ല. ഇനി എന്താ ചെയ്യാന്ന് ഏഞ്ചല് ചോദിച്ചപ്പോൾ, നമുക്ക് മറ്റേതെങ്കിലും വഴിയിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ടൈലർ പറയണം, ഒരിക്കലും അത് നടക്കുന്ന കാര്യമില്ല, എന്നാൽ അത്യാവശ്യം ഉയരമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോവാം, പക്ഷെ അതത്ര എളുപ്പമാണെന്ന് ടൈലർ ചോദിക്കുമ്പോൾ, അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറയാണ്. ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ വീണ്ടും റോക്കിനെയും ഈ സാറേയും കാണിക്കുന്നു. അതായത് ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റ് അത്യാവശ്യം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണയും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ ആ ഒരു ശബ്ദം മാറാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ റോക്കിന് കാര്യം മനസ്സിലായി, എണ്ണ തീർന്നു എന്ന്. അതുകൊണ്ട് താഴേക്ക് ഇത് കൊണ്ടുപോയിട്ട് ലാൻഡ് ചെയ്യുന്ന പരിപാടി അത് നടക്കുന്ന കാര്യമല്ല. ഇത് ഹെലികോപ്റ്റർ അല്ല. ഈ റൺവേ ഒക്കെ ഇല്ലെങ്കിൽ എന്താ പറയാ, വിമാനമൊന്നും ചെറിയ വിമാനമായാലും ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനിയുള്ള ആ ഒരു ഒരേ ഒരു വഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ചാടുക. പാരച്യൂട്ട് ഉണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല. റോക്ക് ഇപ്പൊ ഭാര്യ ഇറുക്കി പിടിച്ചുകൊണ്ട് ആ ഒരു റോപ്പല്ല പാരച്യൂട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് എടുത്ത് ചാടുകയാണ്. ഇപ്പൊ ഇവര് നേരെ ചെന്ന് വീഴുന്നത് ഒരു ബേസ്ബോൾ ഗ്രൗണ്ടിലേക്കാണ്. അവിടുത്തെ അവസ്ഥയും അത്ര നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല. പല ബിൽഡിങ്ങുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങോട്ടേക്ക് വീഴുന്നുണ്ട്. ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ടുകൊണ്ട് ഒരു സെൽഫിഷ് ആയിട്ട് ഇവിടെ നോട്ടി രക്ഷപ്പെടാൻ നമ്മുടെ റോക്കിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, ഈ കുട്ടികളെയും അതുപോലെ തന്നെ പെട്ടുകിടക്കുന്ന ആൾക്കാരെയും പരമാവധി രക്ഷിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും റോക്ക് ഇടപെട്ടത് കൊണ്ട് തന്നെ കുറച്ച് പേരുടെങ്കിലും ജീവൻ ഇവിടെ വെച്ച് രക്ഷപ്പെടുകയാണ്. കുറെ പേരൊക്കെ ഇതിൽപ്പെട്ട് മരിച്ചു പോകുന്നുണ്ട്. എല്ലാവരും രക്ഷിക്കാനായിട്ട് ഒരു സൂപ്പർ ഹ്യൂമൻ ഒന്നുമല്ലല്ലോ നമ്മുടെ ഈ റോക്ക്. എന്തായാലും ഈ പറഞ്ഞതുപോലെ കുറച്ച് പേര് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഏഞ്ചലിന്റെയും ടൈലറിന്റെയും മാരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തും ഇതുപോലെയുള്ള ഭൂകമ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഏഞ്ചലിനും അനിയനായിട്ടുള്ള ആരിക്കും കൂടെ ഒരു കാറിന് പിന്നിൽ ഒളിക്കാൻ പറ്റി. എന്നാൽ ടൈലറിന് പെട്ടെന്ന് വരാൻ കഴിഞ്ഞില്ല. അവനിപ്പോൾ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരുപാട് ചില്ലും അതിന്റെ ആ ഒരു കഷ്ണങ്ങളെല്ലാം പൊട്ടി താഴേക്ക് വീഴുന്നുണ്ട്. എല്ലാം കൂടി അവന്റെ മേത്ത് അവിടെ ഇവിടെയായിട്ട് കയറുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ആ ഒരു ഭൂകമ്പൊക്കെ ഏകദേശം നോക്കിയായപ്പോൾ ഇപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട്, അതായത് നമ്മുടെ ഏഞ്ചലും മാരിയും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ മാറി വന്ന് നോക്കുമ്പോൾ ഈ ടൈലറിന്റെ കാലിൽ നല്ലൊരു ഒന്നാം തരം ചില്ലിന്റെ കഷ്ണം കയറി നിൽക്കുകയാണ്. നല്ല മുറിവായിട്ടുണ്ട്. ഇതേ സമയത്തിന് റോക്കിന് നോക്കുകയാണെങ്കിൽ പല രീതിയിലും അപകടങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വീണ്ടും ഈ റോക്ക് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും റോക്കിന് അത്യാവശ്യം ആൾക്കാരുടെ ജീവനൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. സോ വേറൊരാളും ചെയ്യാത്ത കാര്യമാണ് റോക്കി ഇതിന്റെ ഇടയിൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്തിന് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വഴി നോക്കിയപ്പോൾ എല്ലാം കൂടെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് കിടക്കാണ്. പോകാൻ വേറൊരു വഴിയില്ല. ആകെ വിഷമത്തിലിരിക്കുന്ന സാറ് പറയണേ, നമ്മൾ ഇനി എന്താ ചെയ്യാ? റോക്ക് പറയണം, ഒരിക്കലും പേടിക്കേണ്ട, ദാഹം എടുക്കുന്ന ഒരു സ്പീഡ് ബോട്ട് മുന്നിൽ കിടക്കില്ല, കടല്, ഇത് തന്നെ നമുക്ക് പോവാം. ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ ഏഞ്ചലിനെയും ടൈലറിനെയും ആരെയും കാണിക്കാണ്. ഈ ടൈലറിന്റെ കാലിൽ ചില്ല് കയറിയത് കൊണ്ട് തന്നെ അവനൊന്നും നടക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പൊ
ടൈലറിനോട് പറയാണ്, ടൈലറെ നീ കുറച്ചൊന്ന് വേദന സഹിക്കണം. ഏഞ്ചൽ ഇപ്പൊ ഒന്നും നോക്കിയില്ല, ആ ഒരു കഷ്ണം ഉണ്ടല്ലോ, ചില്ലിന്റെ കഷ്ണം അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാണ്. അവന് ഉറക്കനെ കരയുന്നുണ്ട്, എന്നാലും അത് പുറത്തേക്ക് വന്നല്ലോ. ഇതിനുശേഷം ഇവരിങ്ങനെ വേച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ ഡോക്ടർ ലാവറൻസിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ലാവറൻസ് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നേരം മനസ്സിലാക്കിയ ആ ഒരു റീഡിങ് അത് എത്രത്തോളം ഉണ്ട്? ഇപ്പൊ സ്റ്റുഡൻസ് വന്നിട്ട് 9 എന്നൊക്കെ പറയാണ്. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഡോക്ടർ ആകെ തകർന്നു പോകണം കേട്ടോ. ലോകത്ത് ഇന്നേ വരെ രേഖപ്പെടുത്തിയിൽ വെച്ച് ഏറ്റവും ടോപ്പ് ഭൂകമ്പാണ് ഇത്. അന്ന് ജപ്പാനിൽ സംഭവിച്ചെന്ന് ഈ ഡോക്ടർ സ്റ്റുഡൻസിനോട് പറഞ്ഞില്ലേ, അതൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല. എന്ത് ചെയ്യും, മരിക്കുകയല്ലാതെ ഇതിന്റെ ഇടയിലൊക്കെ പെട്ട് അങ്ങോട്ട് മേലേക്ക് പോവല്ലാതെ മറ്റൊരു നിവർത്തിയില്ലാന്ന് ഡോക്ടറിന് മനസ്സിലായി. ഒരു സൊല്യൂഷൻ ഇല്ല, ഇത്രയും ആൾക്കാർ എങ്ങനെ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകും? ഇവിടെ സീൻകട്ടെ വീണ്ടും നമ്മുടെ റോക്കിനെയും സാറേയും കാണിക്കുകയാണ്. ഇവർ ആ ഒരു ബോട്ടിലൂടെ വന്ന് നോക്കുമ്പോൾ ഈ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ, ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ടവറിന്റെ അടുത്തേക്ക് എങ്ങനെ പോകുന്ന യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാൽ ആ ഒരു കടലിലേക്ക് നോക്കിയ റോക്കിന് ചില കാര്യങ്ങൾ, അതായത് അസ്വാഭാവികമായിട്ടുള്ള ചില മൊമെന്റ്സ് ഈ ഒരു കടലിന്റെ പല ഭാഗത്തും ഉണ്ടാവുകയാണ്. എന്താ പറ്റിയത്, എന്താ നിങ്ങളുടെ മുഖത്തൊരു ടെൻഷൻ എന്ന് സാറ് ചോദിച്ചപ്പോൾ ഇപ്പോ നമ്മുടെ റോക്ക് പറയാണ്, എന്തോ ഒരു വലിയ കാര്യം വരാനിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ റേഡിയോയിലേക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, അതിഭീകരമായിട്ടുള്ള കൊട്ടൂരമായിട്ടുള്ള ഒരു സുനാമി വന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ കടലിന്റെ പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കുമോ എന്ന്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റോക്കും സാറേയും കൂടി ബോട്ട് എടുത്ത് പോകുമ്പോൾ ആ ഒരു സുനാമിയെ ഇവര് നേരിട്ട് കാണുകയാണ്. എന്നാൽ ആ ഒരു സുനാമിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടലല്ല ഈ ഒരു സമയത്ത് എന്താ പറയാ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം, ആ ഒരു സുനാമിയിലേക്ക് തന്നെ ചെന്ന് കയറലാണെന്ന് റോക്ക് ഇപ്പൊ സാറയോട് പറയാണ്. സാറയും ആകെ പരിഭ്രാന്തിയിൽ, അതായത് വെള്ളമാണ് ഒരു 2-3 തെങ്ങിന്റെ ഹൈറ്റിൽ ഇങ്ങനെ പൊന്തി വരുന്നത്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറയാം, ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടാൽ ആ വെള്ളമൊന്നും വേണ്ട, അതിന്റെ മുന്നേ ഞാൻ ചത്തിരിക്കും, അത്രക്കും പേടിയാണ് എനിക്ക് വെള്ളത്തിന്. എന്തായാലും റോക്ക് പറഞ്ഞതുപോലെ ഇവർ ആ ഒരു സുനാമിയിലേക്ക് അതിവേഗത്തിൽ ഈ ഒരു ബോട്ട് അങ്ങനെ ഓടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു പരപ്പെല്ലാം മാറി ഈ സുനാമിയുടെ ആ ഒരു ചെരിവുണ്ടല്ലോ, ആ ഒരു വെള്ളം നിൽക്കുന്ന ആ ഒരു ചെരിവിലൂടെ ഇവരിങ്ങനെ കുത്തനെ ബോട്ട് ഓടിച്ചു കൊണ്ടുപോവാണ്, അതും നല്ല വേഗത്തിൽ. ആ സമയത്താണ് ഇതിന്റെ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്, ടോന്നൊക്കെ. നോക്കുമ്പോൾ എന്താ അതിഭീകരമായിട്ടുള്ള ഒരു കണ്ടെയ്നർ ഷിപ്പ്, ഇതിന്റെ ആ ഒരു ഫാൻ ഇവർ കാണുകയാണ്. അതായത് ഈ ഒരു ഷിപ്പ് ഈ ഒരു സുനാമിയിൽ നിന്ന് താഴേക്ക് വീഴാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ റോക്ക് ഇതിനെ വെട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു ഫാനിൽ തട്ടി ഇവരുടെ ആ ഒരു ബോട്ടിന്റെ മുകൾ ഭാഗം തകർന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവർ പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല, പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടിട്ടില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നത്, അതായത് ഇത് വലിയൊരു കണ്ടെയ്നർ ഷിപ്പാണല്ലോ, ഇതിങ്ങനെ ചെരിയുമ്പോൾ ഇതിന്റെ മുകളിൽ അടുക്കി വെച്ച് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇവരുടെ മേത്തേക്കാണ് വീഴുന്നത്. ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കില്ലേ, അതുപോലെ ഇതിന്റെ ഇടയിലൂടെ അങ്ങനെ വെട്ടിച്ച് നമ്മുടെ ഈ ഒരു റോക്ക് ആ ഒരു ബോട്ടുമായിട്ട് പോകണം. ഇവിടുത്തെ ആ ഒരു വിഷ്വൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്, അത്രത്തോളം ഭീകരമാണ്. ഇപ്പൊ ഈ അലയടിച്ച് വരുന്ന അതിഭീകരമായിട്ടുള്ള ഈ ഒരു സുനാമി ഇതിപ്പോ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു പാലത്തിന്റെ അടുത്തേക്കാണ്. ആ പാലത്തിന്റെ മുകളിൽ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഡാനിയലിനുണ്ടായിരുന്നു, അതായത് നമ്മുടെ സാറയുടെ 2ാമത്തെ ഹസ്ബൻഡ്. ഇയാൾ നോക്കി നിൽക്കെ ഇത്രയും വലിയ ഈ ഒരു ഭീകര ഷിപ്പ് ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ഈ പാലത്തിന്റെ മുകളിൽ ഒരു അടിയാണ്. അതിലൊരു കണ്ടെയ്നർ വന്നിട്ട് ഇയാളുടെ മേത്തേക്ക് വീഴുന്നുണ്ട്. ഡാനിയലിന്റെ കാര്യം പറയണ്ടല്ലോ, ഉദാവാഹ ചമ്മന്തിയായി പോവാണ്. ഇതുപോലെ അതിഭീകരമായിട്ടുള്ള ഈ ഒരു സുനാമി ഉണ്ടല്ലോ, സാൻ ഫ്രാൻസിസ്കോ ആ ഒരു നഗരത്തെ മുഴുവനായിട്ടും കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഏഞ്ചൽ, ടൈലർ, ആരി ഇവരെല്ലാവരും കൂടി നല്ല ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. മുകളിലേക്ക് എത്തിയ സമയത്തല്ലേ ദൂരെ നിന്നും ആ ഒരു കാഴ്ച ഇവർ കാണുന്നത്, അത്രയും ഹൈറ്റിൽ അത്രയും ശക്തമായ ഒരു ജലത്തിന്റെ പ്രളയം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഭീകരമായിരിക്കും ആ ഒരു കാഴ്ചയെല്ലാം നേരിട്ട് കാണുമ്പോൾ. എന്തായാലും ഇപ്പൊ ഇവര് തീരുമാനിക്കുകയാണ്, അത് അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരും, അതിനെ തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ലല്ലോ. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം തൂണ്, മേശ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കി പിടിച്ചിരിക്കുക. 3 പേര് ഇറക്കി പിടിച്ചിരിക്കുന്നുണ്ട്. അതിശക്തമായിട്ട് വെള്ളം വന്ന് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വെള്ളത്തിന്റെ മുകൾ ഭാഗം ആയതുകൊണ്ട് തന്നെ അത് ഭീകരമായിട്ടുള്ള ആ ഒരു ഫോഴ്സ് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. എന്നാലും ഇതിന്റെ ആ ഒരു ടോപ്പിലെ വെള്ളം വന്ന് അടിക്കുമ്പോൾ അതിൽ ഇവർ പെട്ടുപോകുന്നുണ്ട്. എന്നാലും പിടിച്ചിരിക്കാൻ പറ്റുകയാണ് ഇവർക്ക്. അത് ഭീകരമായിട്ട് തന്നെ ഇതിന്റെ പുറത്തേക്ക് വെള്ളം ചെന്ന് ചീറ്റി ഒഴുകുകയാണ്. എന്നാലും ഒരു ഫർണിച്ചറിൽ പിടുത്തം കിട്ടിയ ഇവർ 3 പേരും സേഫ് ആയിട്ട് തന്നെ ആ ഒരു സുനാമിയിൽ നിന്നും അതിജീവിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ താഴെ ഇരുന്നോണ്ട് കാര്യമില്ല, മുകളിലേക്ക് വീണ്ടും പോകണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റോക്കിനെയും സാറേയും കാണിക്കുകയാണ്. സാറയുടെ മുഖത്ത് വല്ലാത്ത പേടിയുണ്ട്. ഇപ്പൊ റോക്ക് പറയണം, നീ പേടിക്കണ്ട, അവൾ ഇതിനെല്ലാം സർവൈവ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിയും. ഇതേ സമയത്ത് തന്നെ ടൈലറിനെയും ഏഞ്ചലിനെയും ആരെയും കാണിക്കുകയാണ്. ഇപ്പൊ ടൈലറിന്റെ കാലിന് തീരെ വയ്യല്ലോ, ഭയങ്കര കെയറോട് കൂടിയിട്ട് ടൈലറിനെ പേജിൽ നോക്കുകയാണ്. അവന്റെ ആ ഒരു കാലിൽ മുറി, ആ ഒരു കെട്ടെല്ലാം അഴിച്ചിട്ട്, ടൈലർ നിനക്ക് വേനൊന്നും എടുക്കുന്നില്ലല്ലോ, എന്തിപ്പത്തെ പാട്, ഞാനൊരു ബാൻഡേജ് കിട്ടുമോ നോക്കട്ടെ. ഇതെല്ലാം പറയുമ്പോൾ ടൈലർ വല്ലാത്ത രീതിയിൽ ഏഞ്ചലിനെ നോക്കുകയാണ്. എന്താ നീ ഇങ്ങനെ നോക്കുന്നതെന്ന് ഏഞ്ചൽ ചോദിച്ചപ്പോൾ ടൈലർ പറയാണ്, എനിക്കറിയില്ല എന്താ നിനക്ക് ഇങ്ങനെ, നീ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന്, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടം തോന്നുന്നു പറയാണ്. പെട്ടെന്ന് തന്നെ ഈ ടൈലർ നോക്കിയിട്ട് ഏഞ്ചൽ ഒരു കിസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ടൈലർ ഒന്നും നോക്കില്ല, തിരിച്ചും കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കൊച്ചു പയ്യനാണ് ആര്യ, അവരവിടെ നോക്കിക്കുന്നുണ്ട്. ചേട്ടാ ഇതൊക്കെ നമുക്ക് പിന്നെ ആയിക്കൂടെ, ഇപ്പൊ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. ഇതേ സമയം തന്നെ അപ്പുറത്ത് നോക്കിയ ഈ ആര്യ ഒരു കാര്യം കാണുന്നുണ്ട്, ഒരു ബോട്ട്, അതിൽ 2 ആൾക്കാർ വരുന്നുണ്ട്. എന്തായാലും വേഗം തിരിച്ച് നോക്കിയ ഈ ഏഞ്ചല് ഞെട്ടിപ്പോവാണ്. കാരണം ആ ബോട്ടിൽ വരുന്ന മറ്റാരുമല്ല, അവളുടെ അച്ഛനായിട്ടുള്ള ഈ റോക്കും അതുപോലെ തന്നെ സാറയാണ് അമ്മ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏഞ്ചല് അലറെ വിളിച്ച് കൂവുന്നുണ്ട്. എന്നാൽ ആ ഒരു വിളിയൊന്നും ഇവർ 2 പേരും കേൾക്കുന്നില്ല. ബിൽഡിങ്ങിന്റെ ഉൾവശല്ലേ. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആരും കാണാത്തതുകൊണ്ട് റോക്കും അതുപോലെ തന്നെ ഭാര്യ സാറയും തിരിച്ചു പോകുമ്പോൾ ഈ ഏഞ്ചലിന് എന്താ ചെയ്യണേ തിരിയുന്നില്ല. ഇപ്പൊ അവിടെ ഒരു ലേസർ ലൈറ്റ് കാണാണ്.
അവൾ തന്ത്രവും ആ ഒരു ലൈറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ അടിച്ച് മിന്നിച്ച് അവർ മോസ്കോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ റോക്കിന് ഒരു സംശയം തോന്നി തിരിഞ്ഞു നോക്കാണ്. താണ്ടെ അവിടെ നിൽക്കുന്നു മോള്. ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അധിക നേരം ആ ഒരു സന്തോഷം നീണ്ടുന്നില്ല. കാരണം എന്താ, ഇവരുടെ പിന്നിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മറ്റൊരു പ്രളയം വരികയാണ്. ആ ഒരു പ്രളയത്തിൽ ഇപ്പൊ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ ഏഞ്ചൽ, ടൈലർ, ആരി ഇവർ പെട്ടുപോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ടൈലർ ഒന്ന് താഴേക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ അപ്പുണ്ടായിരുന്ന ആ ഒരു വെള്ളപ്പൊക്കത്തിൽ അവൻ പെട്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ക്യാബിലാണെങ്കിൽ നമ്മുടെ ഏഞ്ചലും പെട്ടെടുക്കുകയാണ്. അവൾക്ക് അതിന്റെ ഉള്ളിൽ നിന്നും പുറത്ത് വരാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്ന സാറ് ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ റോക്ക് പറയണം, നീ പേടിക്കണ്ട, എന്ത് റിസ്ക് എടുത്തായാലും ശരി ഞാൻ അവളെ രക്ഷിച്ചിരിക്കും. അങ്ങനെ പോവാൻ നേരത്ത് സാറയ്ക്ക് ഒരു ചുംബനം കൊടുത്ത് വെള്ളത്തിലേക്ക് ഈ റോക്ക് ഉണ്ടല്ലോ എടുത്തങ്ങോട്ട് ചാടുകയാണ്. പിന്നീട് ആ ഒരു ബിൽഡിങ്ങിന്റെ അടിയിലേക്ക് നീന്തി പോയ നമ്മുടെ ഈ ഒരു റോക്കിന് സാറെ കാണാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ ആ ഒരു ക്യാബിൽ അവർ പെട്ടെടുക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയോ റോക്ക് പോയി. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇതിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മുകളിൽ ടൈലറും ആരും പെട്ടെടുക്കുകയാണ്. എങ്ങനെയെങ്കിലും താഴേക്ക് പോയിട്ട് ഏഞ്ചലിനെ രക്ഷപ്പെടുത്താൻ ടൈലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനും അതിന് പറ്റുന്നില്ല. ഇപ്പൊ ഓരോ ഫ്ലോറുമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഏറ്റവും ടോപ്പിലേക്ക് വരെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ടോപ്പിലേക്ക് എത്തുന്നതല്ല, ഓരോ ഫ്ലോറും തകർന്ന് പതിയെ താഴേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ റോക്ക് ആദ്യത്തെ മകളെ വിട്ടതുപോലെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്റെ ഏഞ്ചലിനെ. അതുകൊണ്ട് തന്നെ സകലമായ ശക്തി എടുത്തിട്ട് റോക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിൽ വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റെപ്പിലൂടെ മകളെയും കൂട്ടിയിട്ട് നേരെ മുകളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവളുടെ ബോധമെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പരമാവധി CPR കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവളുടെ ആ ഒരു ഉള്ളിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവൾക്ക് ആ ഒരു ശ്വാസം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും. ഇതേ സമയത്ത് തന്നെ അധിക നേരം ഇവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ടൈലറിനോട് അവിടെയുള്ള ചില്ലും കാര്യങ്ങളും തകർത്തുകൊണ്ട് എന്താ പറയാ ഇങ്ങോട്ടേക്ക് വരാൻ, അതായത് സാറാ ഒരു ബോട്ടിലുണ്ടല്ലോ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു പറയാണ്. എന്നാൽ ഈ ഒരു ചില്ല് അടിച്ചു പൊളിച്ചു എന്ന് പറയാൻ കഴിയില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്ന ടൈലറിനെ ഇപ്പോ ഈ സാറ് കാണുകയാണ്. അവളൊന്നും നോക്കിയില്ല. ഈ ബോട്ട് ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് സ്പീഡിലാണ് കൊണ്ടുവരികയാണ്. ചില്ലെല്ലാം ഇടിച്ചു പൊളിച്ച് തകർത്ത് ഇതിന്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. വേഗം തന്നെ ഈ ഏഞ്ചലിനെ ഇവർ ആ ഒരു ബോട്ടിലേക്ക് കയറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ റോക്കും ടൈലറും ആരും എല്ലാവരും കയറുകയാണ്. വേഗം തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇതിനുശേഷം സേഫ് ആയിട്ടുള്ള ആ ഒരു വെള്ളത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഇവർ എത്തിയ സമയത്ത് പരമാവധി CPR എല്ലാം കൊടുത്ത് ഏഞ്ചലിനെ ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ റോക്ക് ശ്രമിക്കുന്നുണ്ട്. അതും ഒരു തവണയൊന്നുമല്ല പല തവണയായിട്ട്. ഇപ്പോ ഏഞ്ചലിനെ നോക്കിയിട്ട് പറയാണ്, അവളെ വിട്ട് കളഞ്ഞതുപോലെ എനിക്ക് ഇതിനെ വിട്ട് കളയാൻ കഴിയില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പരമാവധി റോക്ക് വീണ്ടും അതിന് ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല ഒരു കാരണവശാലും. അവൾ മരിച്ചു എന്ന് ഇവർക്ക് പൂർണ്ണ ബോധ്യമായിട്ടോ. റോക്കും കരയുന്നുണ്ട്, അമ്മയായിട്ടുള്ള സാറയും കരയാണ്. അതുപോലെ തന്നെ ടൈലർ അവന് ഒരു ഇച്ചിരി നേരം കൊണ്ട് അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു വരുന്നു. അതുപോലെ തന്നെ കുഞ്ഞു ചെറുക്കൻ ആരി ഇവരെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കഥാനായിക്ക് അങ്ങനെ അങ്ങോട്ട് മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. അവൾക്ക് ശ്വാസം വീണ്ടും കിട്ടുകയാണ്. എല്ലാവർക്കും, അതായത് നമ്മളെ പോലെയുള്ള ഓഡിയൻസിനും അതുപോലെ തന്നെ റോക്കിനും ടൈലറിനും ആരിക്കും സാറയ്ക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ ഡോക്ടർ ലാവറൻസിനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനെയും ഒരുപാട് സേവനങ്ങൾ ഈ ഒരു ഭൂകമ്പത്തിന്റെ സമയത്ത് ആൾക്കാർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലർക്കും പല സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇൻഫർമേഷൻ സഹായകരമായിട്ടുണ്ട്. സോ എല്ലാവരും ഡോക്ടറോട് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിധത്തിൽ ഈ ഭൂകമ്പവും കാര്യങ്ങളും ഇതിന്റെ ആ ഒരു വൈബ്രേഷനും എല്ലാം നിന്നിട്ടുണ്ട്. സോ പഴയതുപോലെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും സാൻ ഫ്രാൻസിസ്കോ അതുപോലെ തന്നെ സാൻ ആൻഡ്രിയസ് ഇതൊക്കെ കൂടി ആകെ ഒരുമാതിരി പപ്പടം തകരുന്ന പോലെ തകടം മറിഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ റോക്ക് അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള സാറ പിന്നെ നമ്മുടെ ഏഞ്ചല് ടൈലർ ആരി ഇവരെല്ലാവരും ദൂരെ നിന്നും ഈ ഒരു കാഴ്ച നോക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് റോക്കിനോട് സാറ് പറയുമ്പോൾ ഇപ്പോ റോക്ക് ദൂരേക്ക് നോക്കി നിന്നിട്ട് പറയണം, ഇതെല്ലാം പഴയതുപോലെയാവും, നമ്മൾ വീണ്ടും പണിതുയർത്തും. ഒരു വല്ലാത്ത കോൺഫിഡൻസ് തന്നെ. സോ അവസാനം ദൂരെ നിന്നും ആകാശത്ത് നിന്നും ഈ ഒരു ഏരിയ മുഴുവനായിട്ട് കാണിച്ചുകൊണ്ട് എത്രത്തോളം ആ ഒരു സ്ഥലം നശിച്ചു പോയി ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. ഇതുപോലുള്ള ഡിസാസ്റ്റർ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാ, ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരും. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, ഷെയർ ചെയ്ത കാര്യം മറക്കണ്ട. ഓക്കെ, ബൈ.